ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മറുമരുന്ന് കൊടുക്കുന്നതോടുകൂടി കരുണയ്ക്ക് ബോധം തെളിയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ വന്ന് അറിയിക്കുന്നുണ്ട് ആ കുട്ടിക്ക് ബോധം വന്നു എന്നും ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞ് നഷ്ടമായ വിവരം ആ കുട്ടിയെ അറിയിച്ചിട്ടില്ല. എന്തായാലും മരുന്ന് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ എന്നെല്ലാം ഡോക്ടർ പറയുമ്പോൾ, ഇനി അത് വിഷയമാക്കേണ്ട ഡോക്ടർ എന്ന് പ്രതാപൻ പറയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, ഞാൻ ഇതിൽ പ്രതിയല്ല എന്ന് ഉണ്ണി പറയുന്നതും, എങ്കിൽ പിന്നെ താൻ പോലീസിൽ പരാതി കൊടുക്കുക, താൻ ആ കുട്ടിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ ഉണ്ണിയുടെ നേരെ ചൂടാവുന്നു. തുടർന്ന് മുത്തശ്ശി കരുണയെ ഐസിയുവിൽ കയറി കാണാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും എന്നറിയാതെ വിഷമിക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും. ഞങ്ങൾ ആണുങ്ങളൊക്കെ മണ്ടന്മാരാണെന്ന് കരുതി മുത്തശ്ശിയും കൊച്ചുമോളും ചേർന്നല്ലേ ഇതിനൊക്കെ കൂടി ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെയും കൊന്നു കളഞ്ഞു എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, അതേടാ, നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് തോർന്നിട്ടില്ല. നിന്നെ കമലേശ്വരം കമ്പനിയുടെ തലപ്പത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം പോരടിക്കുകയാണ്. തുടർന്ന് മുത്തശ്ശി ഐസിയുയിൽ കിടക്കുന്ന കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മുത്തശ്ശിയെ കാണുന്നതും, എൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ, കരുണയോട് എന്ത് മറുപടി കൊടുക്കും എന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശി. തുടർന്ന്, ഇല്ല മോളെ, മോൾക്ക് വയ്യാത്തതല്ലേ, ഇപ്പോൾ ഒന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരുണയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കരുണ വീണ്ടും ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചതാ മുത്തശ്ശി, ഫുഡ് പോയ്സൺ ആയിരിക്കും അല്ലേ എന്നെല്ലാം കരുണ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശേഷം അച്ഛനും ഉണ്ണിയേട്ടനും എവിടെ, അവൾ പോയി കാണും അല്ലേ മുത്തശ്ശി എന്നെല്ലാം കരുണ വീണ്ടും ചോദിക്കുമ്പോൾ, കരുണയുടെ മുന്നിൽ നിന്നും പൊട്ടിക്കരയാണ് മുത്തശ്ശി. ശേഷം ഡോക്ടർ വീണ്ടും കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എൻ്റെ അടിവയറ്റിൽ വല്ലാത്ത വേദനയുണ്ട് ഡോക്ടർ, എന്താ അങ്ങനെ, പിന്നെ വയറ്റിൽ ഭാരം കുറഞ്ഞതുപോലെ, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കരുണ വീണ്ടും ചോദിക്കുമ്പോൾ, ഇനി കരുണയോട് ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എന്നായാലും അവൾ സത്യങ്ങളെല്ലാം അറിയും എന്ന് തിരിച്ചറിയുന്ന ഡോക്ടറാണെങ്കിൽ ആ മഹാസത്യം കരുണയെ അറിയിക്കുന്നു. ഇനി ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് മോളെ വിഷമിക്കേണ്ട, ആ കുഞ്ഞിനെ മോൾക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിച്ചാൽ മതി. ആ കുഞ്ഞ് പോയി എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കരുണ. അത്രയ്ക്കും ക്രിട്ടിക്കലായിരുന്നു മോളുടെ അവസ്ഥ. മോളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ തലനാരിഴയ്ക്കാണെന്നെല്ലാം ഡോക്ടർ കരുണയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കരുണയ്ക്ക് സ്വന്തം കുഞ്ഞ് നഷ്ടമായത് വല്ലാത്ത ഷോക്കാണ് ഉണ്ടാക്കുന്നത്. സമനില തെറ്റിയതുപോലെ ആവുന്നുണ്ട് കരുണ. ഡോക്ടറും സിസ്റ്റേഴ്സും എല്ലാം കരുണയെ അടക്കി നിർത്താനൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊല്ലാൻ നോക്കിയിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എനിക്കിനി ജീവിക്കണ്ട, എൻ്റെ കുഞ്ഞിനോടൊപ്പം എനിക്കും പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തീർത്തും വയലൻ്റ് ആവുന്നുണ്ട് കരുണ. ഡോക്ടറാണെങ്കിൽ വേറെ വഴിയില്ലാതെ കരുണയ്ക്ക് സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തുന്നു. പിന്നീട് പുറത്തു നിൽക്കുന്ന മുത്തശ്ശിയോടും പ്രതാപനോടും ഉണ്ണിയോടായിട്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ ഡോക്ടർമാർക്ക് പോലും ഒരു നിശ്ചയമില്ല. കുഞ്ഞു പോയ വിവരം ആ കുട്ടിയുടെ മനസ്സിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അത്രയ്ക്ക് ആ കുട്ടിയുടെ മാനസിക നില തകർന്നു കഴിഞ്ഞു. ആ കുട്ടിയുടെ അവളെ കൊല്ലാൻ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പറഞ്ഞുകൊണ്ടാണല്ലോ ആ കുട്ടി കരയുന്നത്. എന്താ അതിനർത്ഥം എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും ആണെങ്കിൽ അത് കേട്ട് ഒന്ന് പരുങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അതൊന്നുമില്ല ഡോക്ടറെ, മോള് വിഷമത്തിൽ പറയുന്നതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർക്ക് വീണ്ടും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്തോ ചില ദുരൂഹതയുണ്ട്, എന്തായാലും ലാബിൽ നിന്നും ആ റിസൾട്ട് ഒന്ന് വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. തുടർന്ന്, ഞങ്ങൾക്കൊന്ന് മോളെ കാണാൻ കഴിയുമെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ കുട്ടി ഇപ്പോൾ സെഡേഷൻ്റെ മയക്കത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഡോക്ടർ. ശേഷം, നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊന്നു, ഇപ്പോൾ കരുണ ഈ അവസ്ഥയിലും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി പരിതപിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും പ്രതാപനെയും മുത്തശ്ശിയും കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഉണ്ണി. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കൈവെള്ളയിൽ കൊണ്ടുവച്ച് നടന്നല്ലേ പ്രതാപ നോക്കി വളർത്തിയത്, ഇനി നമുക്ക് എപ്പോഴായിരിക്കും അവളുടെ മുഖത്തെ സന്തോഷം കാണാൻ പറ്റുക എന്ന് ചോദിച്ച് ചങ്ക് പൊട്ടി കരയാണ് മുത്തശ്ശി. തുടർന്ന് അവർ ഐസിയുയിൽ കയറി കരുണയെ കാണുന്നു. കരുണയുടെ ആ കിടപ്പ് കണ്ട് മുത്തശ്ശിക്കും പ്രതാപനും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ഒറ്റ ഒരുത്തിയാണ് പ്രതാപ, നിൻ്റെ ഭാര്യ മോഹിനി. അവളും അവളുടെ മോളും കൂടി പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞിനെ ഭ്രാന്തിയാക്കി എന്ന് പറയുമ്പോൾ, അമ്മ പറഞ്ഞത് ശരിയാണ്, ഇപ്പം തന്നെ ഞാൻ അവളെ തീർത്ത് കളയാൻ പോവുക എന്ന് കലുതുള്ളിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണനാണെങ്കിൽ തൻ്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങളെല്ലാം മഹിയോട് പറയുന്നുണ്ട്. കരുണയുടെ ഈ അവസ്ഥയിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് മഹി. കരുണയ്ക്ക് വേണ്ടി കുടിക്കാൻ വെച്ചിരുന്ന പായസം അല്ലേ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിച്ചത്.
നമുക്ക് കുടിക്കാനുള്ളതിൽ വിഷം ചേർത്തിട്ട് കരുണയ്ക്ക് തണുത്ത പായസമാണ് ഇഷ്ടം എന്ന് വരുത്തി തീർത്തി നമ്മളെ ചതിച്ചു കൊല്ലാനായിരുന്നു ഉള്ളൊരു പദ്ധതിയായിരുന്നു അവിടെ നടന്നത്. ആ സന്യാസി വര്യൻ തക്ക സമയത്തെത്തി നമ്മളെ രക്ഷിക്കുകയായിരുന്നോ? പിന്നെ ആ സന്യാസി വര്യൻ പറഞ്ഞതും തനിക്ക് ഓർമ്മയില്ലേ എന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മഹിയോയ്ക്ക്. അപ്പോൾ കണ്ണൻ പറയുന്നതിൽ നിന്നും മഹാലക്ഷ്മിക്കും അങ്ങനെ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ അന്നേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം മഹിയുടെ മനസ്സിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണെന്നും എനിക്കും ഇപ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം മഹി പറയുമ്പോൾ, ഞാൻ എന്തായാലും ഇതങ്ങനെ വിട്ടുകളയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മഹി. ഇതിൻ്റെ പുറകെ പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. കാരണം വല്ലാത്തൊരു കൊടും ക്രൂരതയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനൊരിക്കലും മാപ്പ് കൊടുത്തു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തന്നെയും എന്നെ പോട്ടെ തന്നെയാണ് ഇവിടെ ചതിച്ചു കൊല്ലാനായിട്ട് തൻ്റെ മുത്തശ്ശിയും രണ്ടാനച്ഛനും കരുണയും ചേർന്ന് തീരുമാനിച്ചത്. കൂട്ടന് എൻ്റെ അനിയനും ഉണ്ടായിരിക്കും. ഇത് ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇതേ സമയം. പിന്നീട് അങ്ങനെ മഹാലക്ഷ്മി മോഹിനിയെ കാണാനായിട്ട് വീട്ടിലെത്തുന്നു. അപ്പോൾ കരുണയുടെ അവസ്ഥയെക്കുറിച്ചൊന്നും അറിയാതെ വല്ലാതെ വിഷമിക്കുകയാണ് കേട്ടോ മോഹിനി. വിളിച്ച് ചോദിക്കാനാണെങ്കിലും മോഹിനിക്ക് പേടിയാണ്, പ്രതാപൻ ചീത്ത പറയുമെന്ന് പേടിച്ച്. അപ്പോൾ അമ്മ വിഷമിക്കാതിരിക്കുക, അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട് മഹി. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കലിതുള്ളിക്കൊണ്ട് പ്രതാപൻ വീട്ടിലേക്ക് വന്നു കയറുന്നത്. അപ്പോൾ പ്രതാപനെ കാണുന്നത് മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് പ്രതാപേട്ട എന്ന് മോഹിനി വന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കാൻ നിനക്ക് എന്താ അവകാശം? നിൻ്റെ മോൾക്ക് മുൻപ് എൻ്റെ മോൾ അമ്മയാകാതിരിക്കാൻ വേണ്ടി നീയും നിൻ്റെ മോളും കൂടി എന്തോ കലർത്തി കൊടുത്ത് എൻ്റെ മോളുടെ കുഞ്ഞിനെ കൊന്നു. കുഞ്ഞു പോയ വിഷമത്തിൽ സമനില തെറ്റിയിരിക്കുകയാണ് എൻ്റെ മോളുടെ. എല്ലാത്തിനും കാരണം നീയാണ്. നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ മോഹിനിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്നതും വിട എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടേക്ക് കടന്നു വരുന്നു. അപ്പോൾ മഹാലക്ഷ്മി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രതാപൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നീ ആരാടി എന്നെ തടയാൻ? എൻ്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും അടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ വീണ്ടും മോഹിനിയെ തല്ലാനായിട്ട് കൈ ഓങ്ങുമ്പോൾ, തൊട്ടു പോകരുത് എൻ്റെ അമ്മയെ. ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത ദുഷ്ടനാണ് നിങ്ങൾ. നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും സംഭവിച്ചിരിക്കുന്ന ഈ തിരിച്ചടിക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പ്രവൃത്തി ഞാനൊന്നും അറിയില്ല എന്ന് നിങ്ങൾ കരുതിയോ? പിറന്നാൾ ദിവസം ആ പായസത്തിൽ വിഷം കലർത്തിയത് ആരാ എന്ന് വെട്ടി തുറന്ന് മഹി ചോദിക്കുമ്പോൾ അത് കേട്ട് സ്തബ്ധനായിട്ട് നിന്ന് പോവുകയാണ് കേട്ടോ പ്രതാപൻ. തുടർന്ന് പ്രതാപൻ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. വിഷം കലർത്താനോ? ഞാൻ എൻ്റെ മോളുടെ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, എനിക്കും കണ്ണേട്ടനും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പായസത്തിൽ വിഷം കലർത്തിയതാണോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾ പല ചോദ്യങ്ങൾക്കും എന്തായാലും ഉത്തരം തരേണ്ടി വരും. ഇതിൻ്റെ പുറകെ പോകാൻ തന്നെയാണ് ഞാനും കണ്ണേട്ടനും തീരുമാനിച്ചിരിക്കുന്നത്. എന്നോടല്ല, നിങ്ങൾ പോലീസിനും കോടതിക്ക് മുൻപിൽ സത്യങ്ങളെല്ലാം ഏറ്റു പറയേണ്ടി വരും. നിങ്ങളെ ഞങ്ങൾ അഴിക്കുള്ളിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഭീഷണി തന്നെ പ്രതാപന് കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ മഹാലക്ഷ്മിയുടെ ഭീഷണിക്ക് മുൻപിൽ ശരിക്കും തകർന്നു പോവുകയാണ് പ്രതാപൻ. കാരണം കണ്ണൻ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, ബുദ്ധിമാനായിട്ടുള്ള ഒരു വക്കീൽ കൂടിയാണ്. മാത്രമല്ല പായസത്തിൽ വിഷം ചേർത്ത് അവരെ കൊല്ലാൻ നോക്കിയതാണോ എന്നുള്ള ഒരു കാര്യം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും പ്രതാപനെ വല്ലാതെ തന്നെ ഭയപ്പെടുത്തുന്നു. ഇപ്പോൾ സ്വന്തം മകളുടെ കുഞ്ഞു പോയി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കരുണയാണെങ്കിൽ ഇപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ. മാത്രമല്ല ഇനി ഇതിൻ്റെ എല്ലാം പുറകെ നിയമ നടപടികൾ കൂടി നേരിടേണ്ടി വരുമോ, ജയിലിൽ കയറേണ്ടി വരുമോ എന്നാലോചിച്ച് വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട് പ്രതാപന്. ഇനി എല്ലാം എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കും എന്നാലോചിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ പ്രതാപന്. അങ്ങനെ തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപന്. അതുമാത്രമല്ല പ്രതാപനെയും കരുണയെയും അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളയുന്ന മറ്റൊരു സംഭവം കൂടി അവിടെ നടക്കുന്നുണ്ട്. അതായത് കരുണയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തം താങ്ങാൻ കഴിയാതെ മുത്തശ്ശി ചങ്ക് പൊട്ടി മരിക്കുന്നതോടുകൂടി പ്രതാപൻ്റെ തകർച്ച പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്